ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് മല്ലിയില വെച്ചുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. ഇത് കേർഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ അത് കേടാവാതിരിക്കും. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ എങ്ങനെയാണ് ഈ മല്ലിയില വെച്ചുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളുടെ മല്ലിയില വെച്ചിട്ട് ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ്സിലാണ് ഞാൻ ഈ എല്ലാ അളവും എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിൽ ഫുൾ ഒരു ഗ്ലാസ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് മല്ലി, മുഴുവൻ മല്ലി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 8 വറ്റൽമുളക് ഉണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ ഇത് കായത്തിൻ്റെ പൊടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന കായം കട്ടക്കായ ഉണ്ടല്ലോ, അതാണ് ഇടുന്നതെങ്കിൽ ഒരു ചെറിയ പീസ് ഈ സമയത്ത് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഞാൻ കായത്തിൻ്റെ പൊടി ചേർക്കുന്നത് കൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ച വറ്റൽമുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളുടെ വറ്റൽമുളക് ഇവിടെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് കറുത്ത് പോവണ്ട. ഈ സമയത്ത് നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അല്ലെങ്കിൽ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഉഴുന്ന് പരിപ്പിൻ്റെ ഒക്കെ മൂപ്പ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് കാരണം ഇതാദ്യം ഒന്ന് മാറ്റട്ടെ കേട്ടോ ഇതിൽ നിന്ന്. അപ്പോൾ ആ മുളക് ഞാനൊന്ന് മാറ്റിയിട്ട് അത് വറുത്ത എണ്ണയിലേക്ക് തന്നെ എടുത്ത് വെച്ച ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ചുമന്ന കളറിലേക്ക് വരുന്നത് വരയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് അത് ചുമപ്പ് കളറിലേക്ക് ഒന്ന് വന്നാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റാം നമുക്ക്. ഇപ്പം നമ്മളുടെ ഉഴുന്ന് പരിപ്പ് ഒരു ചുമന്ന കളറിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉഴുന്ന് പരിപ്പിൻ്റെ നല്ലൊരു മണം ഇവിടെ നിറയെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റെഡിഷ് കളറിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഞാനിതൊന്ന് മാറ്റട്ടെ കേട്ടോ ഈ ഉഴുന്ന് പരിപ്പ് ഈ പാനിൽ നിന്ന്. ഇനി നമുക്ക് ഈ പാനിലേക്ക് ആ എടുത്ത് വെച്ച മല്ലി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ്സാണ് ഞാൻ മല്ലി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളിട്ട് കൊടുത്ത ആ മല്ലി ഇവിടെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഈ മല്ലിയും കൂടെ ഈ നേരത്തെ വറുത്ത് വെച്ചതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനെല്ലാം വറുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ ഇവിടെ വെച്ചിട്ട് അതിലേക്ക് ഒരല്പം കോൽപ്പുളി ഇട്ടോ, ഒരു കുറച്ച് മതി, കുഞ്ഞൊരു കഷ്ണം. അപ്പോൾ ഒരുപാട് പുളി കൂടിക്കഴിഞ്ഞാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ ഈ പുളി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചതെല്ലാം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കായം പൊടിച്ചതാണ്. ഞാനിത് വീട്ടിൽ വറുത്ത് പൊടിച്ച കായമാണ്. നിങ്ങളിപ്പം പച്ചക്കായമാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് ഒരുമിച്ച് പൊടിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനിത് ഒരുവിധം കരികരിപ്പായിട്ട് തന്നെയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ പേസ്റ്റാക്കി ഇതാക്കിയിട്ടില്ല. നന്നായിട്ട് നമുക്കിതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില ഉണ്ടല്ലോ, ഇത് ഒരു പിടി മല്ലിയില എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ എൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ആ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ അടിപൊളി മല്ലിയില വെച്ചുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മല്ലിയില വെച്ചുള്ള ചമ്മന്തിപ്പൊടി. നല്ലതായിട്ട് ഉതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഒട്ടും തന്നെ അത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കേർഡ് റൈസിൻ്റെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.